ഓം സ്വാമിയേ ശരണയ്യപ്പ. മാളിയപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണയ്യപ്പ. ശ്രീ മഹാദേവിയേ നമ. ശ്രീ ലളിതാ ത്രിപുരസുന്ദര്യേ നമ. ലളിതാ സഹസ്രനാമത്തിലെ 200 നാമങ്ങളുടെ അർത്ഥം നമ്മൾ അനുസ്മരിച്ചു കഴിഞ്ഞു. ഇനി 201-ാമത്തെ നാമമാണ് ഓം സദ്ഗതി പ്രദായേ നമ. സദ്ഗതി അരുളുന്നവൾ. സദ്ഗതി സ്വർഗാനുഭവം മുതൽ മോക്ഷ പര്യന്തം വരെയുള്ള ജീവൻ്റെ ഗതിയാണ് അല്ലേ. അപ്പോൾ സത്ത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്, ഗതി എന്ന് പറഞ്ഞാൽ അഗതി, അറിവ് എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ സദ്ഗതി പ്രദ എന്നുള്ളതിന് ആത്മജ്ഞാനമരുളുന്നവൾ എന്നൊരർത്ഥം നമുക്ക് സ്വീകരിക്കാം എന്നുള്ളതാണ്. സത്ത് എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളാണ്, ഗതി എന്ന് പറഞ്ഞാൽ ശരണം, ആശ്രയം, അതേപോലെ സദ്ഗതിപ്രദ സജ്ജനങ്ങൾക്ക് സകല ആശ്രയവും നൽകുന്നവൾ എന്നൊക്കെ നമുക്ക് അർത്ഥമായിട്ടെടുക്കാം എന്നുള്ളതാണ്. ഇനി 202-ാമത്തെ നാമം ഓം സർവേശ്വര്യൈ നമ. സർവചരാചരങ്ങളെയും അടക്കി ഭരിക്കുന്നവൾ എന്നാണ് നാമത്തിനർത്ഥം. അപ്പോൾ ദേവിയുടെ ഇച്ഛയില്ലാതെ ഒരില പോലും കൊഴിയുന്നില്ല എന്ന് നമുക്കറിയാം അല്ലേ. ഒരു ഉറുമ്പ് പോലും ചലിക്കുന്നുമില്ല. അപ്പോൾ സകലതിനെയും നിയന്ത്രിച്ച് രക്ഷിക്കുന്നവളാണ് ദേവി എന്ന് വരുന്നു. സർവസ്യ ഈഷ്ടേ ഇതി സർവേശ്വരി എന്നാണ് അത് വിഗ്രഹിക്കുമ്പോൾ കിട്ടുന്ന അർത്ഥം. അപ്പോൾ സ്വേച്ഛയാ ചെയ്യാനും ചെയ്യാതിരിക്കാനും മറിച്ച് ചെയ്യാനും കൽപ്പുള്ളവളാണ് ദേവി എന്നീ നാമത്തിലൂടെ വെളിവാകുന്നു എന്നുള്ളതാണ്. ഇനി 203-ാമത്തെ നാമം ഓം സർവമയ്യൈ നമ. എല്ലാ ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നവൾ എന്നാണ് നാമത്തിനർത്ഥം വരുന്നത്. അപ്പോൾ പൃഥ്വീതത്വം മുതൽ ശിവതത്വം വരെ ദേവിയിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ താല്പര്യം. അപ്പോൾ കാമികാതന്ത്രപ്രകാരം 224 ലോകങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവയെ ശിവൻ്റെ ശരീരത്തിലെ രോമങ്ങളായി കണ്ട് ധ്യാനിക്കുന്നതാണ് ഭുവന സമ്പ്രദായം എന്നുള്ള രീതി. അപ്പോൾ ദേവദേവനും ത്രിശൂലധാരിയുമായിട്ടുള്ള ഭഗവാന്റെ ത്വക്കിൽ 50 അക്ഷരങ്ങളെ കൽപ്പിച്ച് ധ്യാനിക്കുന്നതാണ് വർണ്ണസമ്പ്രദായം എന്നുള്ള രീതി. ഇനി വിദ്യോദ്ഭൂതമായിരിക്കുന്ന 7 കോടി മന്ത്രങ്ങളെ ശിവശോണിതമായി കണ്ട് ധ്യാനിക്കുന്നതാണ് മന്ത്രസമ്പ്രദായം. അപ്പോൾ മന്ത്രാക്ഷരങ്ങളെ ശിവൻ്റെ മാംസവും രക്തധമനികളുമായിട്ട് ധ്യാനിക്കുന്നതാണ് പദസമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ പൃഥ്വീതത്വം മുതലുള്ള 36 തത്വങ്ങളെ ശിവൻ്റെ ശുക്ല മജ്ജാസ്ഥികളായിട്ട് ധ്യാനിക്കുന്നതാണ് തത്വസമ്പ്രദായം. അങ്ങനെയുള്ള ശിവനിൽ നിന്നും അഭിന്നയായ ദേവി സർവമയിയാണ് എന്ന് താല്പര്യമായിട്ട് വരുന്നു. ഇനി 204-ാമത്തെ നാമം ഓം സർവമന്ത്രസ്വരൂപിണ്യൈ നമ. എല്ലാ മന്ത്രങ്ങളുടെയും സ്വരൂപമായവൾ എന്നാണ്. അപ്പോൾ 7 കോടി മന്ത്രങ്ങളുണ്ടെന്നാണ് പൗരാണിക മതം അല്ലേ. അപ്പോൾ ഓരോ മന്ത്രങ്ങളും ദേവതാരൂപത്തിൽ ഋഷിമാർക്ക് പ്രത്യക്ഷമായതാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഓരോ മന്ത്രത്തിലും ഋഷിയെ അനുസ്മരിക്കുന്നത്. മനനാത്രായതേ ഇതി മന്ത്ര. ഏതൊന്നിനെ മനനം ചെയ്താൽ രക്ഷ പ്രാപിക്കുമോ അതാണ് മന്ത്രം. അപ്പോൾ ശ്രീവിദ്യാമന്ത്രമായിട്ടുള്ള പഞ്ചദശാക്ഷരി മന്ത്രം സർവമന്ത്രങ്ങൾക്കും നടുനായക സ്ഥാനം വഹിക്കുന്നു എന്ന് സുന്ദരീതാവനീയ ഉപനിഷത്തിൽ കാണുന്നുണ്ട്. ഇനി 205-ാമത്തെ നാമം ഓം സർവയന്ത്രാത്മികായൈ നമ. സർവയന്ത്രങ്ങളുടെയും ജീവനായുള്ളവൾ എന്നാണ്. അപ്പോൾ ദേവതകളെ ചിത്രരൂപത്തിലും ചക്രരൂപത്തിലും അക്ഷരരൂപത്തിലും ആവിഷ്കരിക്കുന്നതാണല്ലോ യന്ത്രം. അപ്പോൾ ഏത് ദേവതയെ സങ്കല്പിക്കുമ്പോഴും അതിൻ്റെ അവലംബം ദേവിയാണ് എന്ന് വരുന്നു എന്നുള്ളതാണ്. ഇനി 206-ാമത്തെ നാമം ഓം സർവതന്ത്രരൂപായൈ നമ. എല്ലാ തന്ത്രങ്ങളുടെയും ജീവബിന്ദുവായിട്ടുള്ളവൾ എന്നാണ്. അപ്പോൾ കാമികാതന്ത്രം പ്രകാരം നോക്കുകയാണെങ്കിൽ കാമികാതന്ത്രം ദേവിയുടെ കാലുകളാണ്, യോഗജതന്ത്രം ഞെരിയാണികളാണ്,
കാരണപ്രസൃതാതന്ത്രങ്ങൾ പാദാങ്കുലികളാണ്. അപ്പോൾ പാദാങ്കുലികൾ അജിതാതന്ത്രമാണ്. കാൽമുട്ടുകൾ ദീപ്തതന്ത്രം ആണ്. ഇനി അംശുമതതന്ത്രം പൃഷ്ഠഭാഗമാണ്. സുപ്രഭേദതന്ത്രം പൊക്കിളാണ്. വിജയതന്ത്രം ഉദരമാണ്. അതേപോലെ നിശ്വാസതന്ത്രം ഹൃദയമാണ്. സ്വായംഭുവതന്ത്രം സ്തനങ്ങളാണ്. അനലതന്ത്രം ദേവിയുടെ 3 കണ്ണുകളാണെന്ന് പറയുന്നു. വീരാഗമതന്ത്രം കണ്ഠമാണ് എന്ന് പറയുന്നു. രുരുതന്ത്രം ചെവികളാണെന്ന് പറയുന്നു. മകുടതന്ത്രം കിരീടമാണെന്ന് പറയുന്നു. വിഫലതന്ത്രം കൈകളാണെന്ന് പറയുന്നു. അപ്പോൾ ചന്ദ്രാഞ്ജനതന്ത്രം ഉരസ്, ബിംബതന്ത്രം മുഖകമലം, പ്രോദ്ഗീതതന്ത്രം നാവ്, ലളിതാതന്ത്രം കവിൾത്തടങ്ങൾ, സിദ്ധതന്ത്രം നെറ്റിത്തടം, അതേപോലെ സന്താനതന്ത്രം കുണ്ടലങ്ങൾ, കിരണതന്ത്രങ്ങളാണ് രത്നങ്ങൾ, അതേപോലെ വാതിലതന്ത്രം വസ്ത്രങ്ങളാണ്. മറ്റുപതന്ത്രങ്ങൾ രോമാവലികളാണ്. ഇങ്ങനെ വിവിധ തന്ത്രങ്ങൾ ദേവിയുടെ ശരീരഭാഗങ്ങളായിട്ട് കാമികാതന്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ 28 ശൈവാഗമതന്ത്രങ്ങളിൽ ശേഷിക്കുന്ന 4 സർവോക്തതന്ത്രം, പരമേശ്വരതന്ത്രം, ചിന്ത്യാതന്ത്രം, സൂക്ഷ്മതന്ത്രം എന്നുള്ളതാണ് ആ 4. അപ്പോൾ എല്ലാ തന്ത്രമാർഗങ്ങളുടെയും പ്രാപ്യസ്ഥാനമാണ് ദേവി എന്ന് ശാസ്ത്രവിധിപ്രകാരമുള്ള എല്ലാ മാർഗങ്ങളും നദികൾ സമുദ്രത്തിലെന്ന പോലെ തന്നെ ദേവിയിൽ ലയിക്കുന്നു എന്നാണ്. അപ്പോൾ ഏറ്റവും സുഗമവും സുലഭവുമായിട്ടുള്ള തന്ത്രമാർഗം ദേവിയുടെ പാദാദി കേശധ്യാനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഇനി 207-ാമത്തെ നാമം. ഓം മനോന്മന്യേ നമഃ. മനസ്സിനെ ഉന്നമിപ്പിക്കുന്നവൾ എന്നാണ്, ഉയർത്തുന്നവൾ. ശിവൻ്റെ ശക്തിയുടെ പേരാണ് മനോന്മനി എന്നുള്ളത്. അത് ശ്രുതിവാക്യമാണ്. അപ്പോൾ സൗഭാഗ്യഭാസ്കരത്തിലെ ബൃഹന്നാരദീയത്തിൽ നിന്നും കാണുന്നൊരു ഉദാഹരണം, ധ്യാനധ്യാതൃധ്യേയഭാവോ യഥാ പശ്യതി നിർഭരം തതോന്മനത്വം ഭവതി ജ്ഞാനാമൃത നിഷേവണ എന്നാണ് കാണുന്നത്. അപ്പോൾ ധ്യാനിക്കപ്പെടുന്ന വസ്തു, ധ്യാനിക്കുന്ന ആള്, ധ്യാനം ഇവ ഏകീഭവിക്കുമ്പോഴുണ്ടാകുന്ന ജ്ഞാനാമൃതാനുഭൂതിക്കും മനോന്മനി എന്ന് നാമം ഉണ്ട് എന്നാണ്. അപ്പോൾ ആ അവസ്ഥയിൽ അനുഭൂതമാകുന്ന ദേവീഭാവത്തെ ആ നാമം കൊണ്ട് വിശേഷിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ മനോന്മനി എന്നുള്ളത് ബ്രഹ്മരന്ധ്രത്തിന് താഴെ ഭൂമധ്യത്തിൽ നിന്നും 8-ാമത്തെ സ്ഥാനമാണ് എന്ന് പറയണു. അങ്ങനെ വരുമ്പോൾ ഭൂമധ്യാദഷ്ടമം സ്ഥാനം ബ്രഹ്മരന്ധ്രാദധസ്തനം മനോന്മനീതി കഥിതം എന്നാണ് പ്രമാണം. അപ്പോൾ അത് യോഗിനി ഹൃദയം എന്നുള്ള പ്രമാണത്തിലാണ് പറയണത്. അപ്പോൾ ഭൂമധ്യം മുതൽ 8 സ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ദു, രോധിനി, നാദം, നാദാന്തം, ശക്തി, വ്യാപിനി, സമന, ഉന്മിനി അല്ലെങ്കിൽ മനോന്മനി തുടങ്ങിയവയാണ്. അപ്പോൾ ഇവ അത്യന്തം സൂക്ഷ്മങ്ങളാകയാൽ അല്ലെങ്കിൽ സൂക്ഷ്മസ്ഥാനങ്ങളാകയാൽ അത് ഗുരുവിൻ്റെ സാന്നിധ്യത്തിലും ശിക്ഷണത്തിലും മാത്രമേ അറിയാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആ 8 സ്ഥാനങ്ങളും കഴിഞ്ഞ് 9-ാമത്തെ സ്ഥാനത്തിൻ്റെ പേരാണ് മഹാബിന്ദു എന്നുള്ളത്. അപ്പോൾ നിമേഷോന്മേഷങ്ങളില്ലാതെ കണ്ണുകൾ കുറച്ച് തുറന്ന് നിശ്ചലങ്ങളാക്കി ശ്വാസത്തെ അടക്കി രേചകപൂരകങ്ങൾ ഒഴിവാക്കി മനസ്സിനെ സങ്കല്പ വികല്പങ്ങളിൽ നിന്നും വിടർത്തി നിർവിഷയമാക്കിയിരിക്കുന്ന സ്ഥിതി ഒരു യോഗമുദ്രയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ യോഗമുദ്രയുടെ പേരാണ് മനോന്മനി. ഈ മുദ്ര പിടിച്ച് ധ്യാനിക്കപ്പെടേണ്ടവൾ എന്നും ഈ നാമത്തിനൊരർത്ഥമുണ്ട്. അപ്പോൾ സർവവിഷയബന്ധങ്ങളിൽ നിന്നും വിമുക്തമായി മനസ്സ് ഹൃദയത്തിൽ ഉറയ്ക്കുമ്പോൾ ഉന്മിനി എന്ന അവസ്ഥയെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ത്രിപുരോപനിഷത്തിലാണ് ഈ അവസ്ഥയെ പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള
കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ അവസ്ഥയെ പ്രദാനം ചെയ്യുന്നവൾ എന്നുള്ള അർത്ഥവും മനോന്മനി എന്നുള്ള നാമത്തിന് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഭക്തൻ്റെ മനസ്സിനെ ഉന്നമിപ്പിക്കുന്നവൾ എന്ന നിലയിലും ദേവി മനോന്മനി തന്നെയാണ് എന്നുള്ളതാണ്. ഇനി 208 നാമം. ഓം മാഹേശ്വര്യൈ നമഃ. മഹേശ്വരൻ്റെ പത്നി എന്നാണ്. മഹേശ്വരൻ തമോ ഗുണപ്രധാനാകുമ്പോൾ സംഹാരകർത്താവായിട്ടുള്ള രുദ്രനായിട്ട് മാറുന്നു. രജോ ഗുണപ്രധാനായിട്ട് മാറുമ്പോൾ സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മാവായിട്ട് മാറുന്നു. സത്വഗുണപ്രധാനാകുമ്പോൾ സർവവ്യാപിയും സംരക്ഷകനുമായ വിഷ്ണുവായി മാറുന്നു എന്നാണ്. അപ്പോൾ ത്രിമൂർത്തികൾക്ക് ആധാരമായിട്ടുള്ളവനും ത്രിഗുണാതീതനുമാണ് മഹേശ്വരൻ അല്ലേ. ലിംഗപുരാണത്തിൽ ഇത് എങ്ങനെയാണ് പറയുന്നതെന്നറിയോ? തമസാ കാലരുദ്രാഖ്യോ രജസാ കനകണ്ഡജ സത്വേന സർവഗോ വിഷ്ണു നർഗുണ്യേന മഹേശ്വര എന്നാണ്. അതായത് മഹേശ്വരൻ്റെ പ്രതീകമാണ് ലിംഗം. ലിംഗാരാധന നടത്തേണ്ടത് ശുദ്ധ മനസ്സോടും ബ്രഹ്മചര്യത്തോടും കൂടി ആയിരിക്കണം എന്നാണ്. അപ്പോൾ മഹേശ്വര സംഭൂതാനം മഹാദാമീശ്വര എന്നാണ് മഹാഭാരതത്തിലെ വേദവ്യാസനും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സർവഭൂതങ്ങളുടെയും മനുഷ്യരാശിയുടെയും ഈശ്വരനാണ് മഹേശ്വരൻ എന്നാണ്. 25 തത്വങ്ങളുടെ ആകത്തുകയാണ് മഹേശ്വരൻ എന്ന് വാബുല ശുദ്ധാഗമം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും കാണുന്നുണ്ട്. അപ്പോൾ ഇനി 209 നാമം. ഓം മഹാദേവ്യൈ നമഃ. മഹത്തായ ദേഹത്തോടു കൂടിയവൾ എന്നാണ് നാമത്തിനർത്ഥം. അപ്പോൾ അണ്ടകടാഹങ്ങളെല്ലാം ദേവിയുടെ തിരുമേനിയാണ് അല്ലെങ്കിൽ ശരീരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ അളക്കാൻ കഴിയാത്തവളും സർവഥാ പൂജ്യയുമാണ് ദേവി എന്ന് നമുക്ക് മനസ്സിലായി ഇല്ലേ. ദേവി പുരാണത്തിൽ പറയുന്നുണ്ട്, ബൃഹദസ്യ ശരീരം യദപ്രമേയം പ്രമാണത ധാതുർമഹേതി പൂജായാം മഹാദേവി തദസ്മൃതേ. മഹാദേവൻ്റെ പത്നിയാണ് മഹാദേവി എന്നാണ്. അപ്പോൾ ദേവിമാരിൽ വെച്ച് ശ്രേഷ്ഠയായതിനാലും ദേവി മഹാദേവി തന്നെയാണ് എന്നാണ്. ഇനി 210 നാമം. ഓം മഹാലക്ഷ്മിയൈ നമഃ. മഹത്തായ ഐശ്വര്യത്തോടു കൂടിയവൾ. ലക്ഷ്മം എന്ന് പറഞ്ഞാൽ അടയാളം എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ ഐശ്വര്യാദി ഈശ്വരീയ ലക്ഷണങ്ങളോട് കൂടിയവളാണ് ലക്ഷ്മി എന്നാണ്. മഹതീജ ലക്ഷ്മീജ എന്നും മഹാവിഷ്ണോരിയം ഭഗ്നി എന്നും മഹാലക്ഷ്മി പദത്തിന് അർത്ഥം പല ഗ്രന്ഥങ്ങളിലും കാണുന്നുണ്ട്. അപ്പം മുൻ നാമത്തിൽ മഹേശ്വരൻ തന്നെയാണ് സദ്ഗുണപ്രധാനനായ വിഷ്ണുവായിട്ട് മാറുന്നത് എന്ന് നമ്മൾ അനുസ്മരിച്ചുല്ലോ. ആ നിലയിലാണ് ദേവി വിഷ്ണുഭക്തിയായ മഹാലക്ഷ്മിയായി അറിയപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ മഹാളൻ എന്ന് പറയുന്ന അസുരനെ വധിക്ക കൊണ്ട് ദേവി മഹാളസ എന്നും മഹാലക്ഷ്മി എന്നും പ്രസിദ്ധമായി എന്നൊരു കഥയുണ്ട്. അപ്പോൾ ലക്ഷ്മി എന്നുള്ള ശബ്ദം പാർവതി എന്ന അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ്. ശിവപുരാണത്തിൽ ഇതിനെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. തസ്യാംഗമണ്ഡലാരൂഢ ശക്തി മഹേശ്വരീ പരാ മഹാലക്ഷ്മീരിധിഖ്യാത ശ്യാമ സർവമനോഹര. മഹേശ്വരൻ്റെ മടിത്തട്ടിലിരിക്കുന്ന ശ്യാമളവർണ്ണയും മനോഹരിയുമായ പരാശക്തിയെ മഹാലക്ഷ്മി എന്ന് വിളിക്കണു എന്നാണ്. അപ്പോൾ ധൗമ്യസ്മൃതി പ്രകാരം 13 വയസ്സുള്ള കന്യകയാണ് മഹാലക്ഷ്മി എന്നാണ്. ആ രൂപത്തിലുള്ള ദേവി എന്നും ഈ നാമത്തിന് നമുക്കൊരു താല്പര്യാർത്ഥമായിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ത്രിഗുണങ്ങളായി പ്രകാശിക്കുന്ന സർവ്വതിൻ്റെയും പ്രഭവസ്ഥാനം ലക്ഷ്മിയാണെന്ന് മാർക്കണ്ഡേയ പുരാണത്തിൽ പറയണു. ഇനി 211 നാമം. ഓം മൃഡപ്രിയായേ നമ. മൃഡന് പ്രിയയായിട്ടുള്ളവൾ എന്നാണ്. മൃഡൻ എന്ന് പറഞ്ഞാൽ ശിവനാണ്. അപ്പോൾ സത്വഗുണപ്രധാനനായി ചരാചരങ്ങൾക്ക് സുഖദായകനായിരിക്കുന്ന ശിവനാണ് മൃഡൻ എന്നുള്ളതാണ്. അപ്പോൾ ശിവൻ്റെ മറ്റൊരു ഭാവം ആണ് ഈ മൃഡൻ എന്നുള്ള ഭാവം എന്നും നമ്മൾ മനസ്സിലാക്കുക. ഇനി 212 നാമം. ഓം മഹാരൂപായേ നമ. മഹത്തായ രൂപത്തോടു കൂടിയവൾ എന്നാണ്.
വിഷ്ണുപുരാണ പ്രകാരം പുരുഷൻ, പ്രധാനം, വ്യക്തം, കാലം ഇവയൊക്കെയാണ് 4 രൂപങ്ങൾ. അപ്പോൾ ഇവയ്ക്ക് അതീതമായിട്ടുള്ള രൂപത്തോടു കൂടിയവൾ എന്നും ഈ നാമത്തിന് നമുക്ക് അർത്ഥമായിട്ട് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് ആധാരം ഈ 4 രൂപങ്ങളാണല്ലോ. അതുകൊണ്ട് മഹത്തായ രൂപത്തോടു കൂടിയവൾ മഹാരൂപ എന്നാണ്. ഇനി 213 നാമം. ഓം മഹാപൂജ്യായേ നമഃ. പൂജനീയരായവരിൽ ശ്രേഷ്ഠയായവൾ എന്നാണ്. അപ്പോൾ ബ്രഹ്മാവിഷ്ണു മഹേശ്വരാദികളാൽ പോലും സംപൂജ്യയാണ് ദേവി എന്ന് നമുക്ക് മനസ്സിലായി ഇല്ലേ? അത് തന്നെയാണ് ആ നാമത്തിൻ്റെ അർത്ഥവും. ഇനി 214 നാമം. മഹാപാതകനാശിന്യേ നമഃ. മഹാപാപങ്ങളെപ്പോലും എരിച്ചു കളയുന്നവൾ എന്നാണ്. അറിഞ്ഞും അറിയാതെയും നാം ചെയ്തു പോയിട്ടുള്ളതായ എല്ലാ പാപങ്ങളും ദേവീ കടാക്ഷത്താൽ ഭസ്മീകൃതമാകുന്നു എന്നാണ് നാമത്തിന് മറ്റൊരർത്ഥം പറഞ്ഞത്. കൃതസ്യാഖിലപാപസ്യ ജ്ഞാനദോ അജ്ഞാനദോ വിവ പ്രായശ്ചിത്തം പരം പ്രോക്തം പരാശക്തേ പദസ്മൃതി എന്നാണ്. അറിഞ്ഞോ അറിയാതെയോ ചെയ്ത സർവപാപങ്ങൾക്കും എന്നും ഏറ്റവും വലിയ പ്രായശ്ചിത്തം പരാശക്തിയുടെ പദാംബുജ സ്മരണയാകണു എന്ന് ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പതിപ്പിക്കുന്നതാണ് പാതകം അല്ലേ? ആത്മജ്ഞാനതലത്തിൽ നിന്ന് നമ്മെ വീഴ്ത്തുന്നതായിട്ടുള്ള കാമക്രോധാദി മലങ്ങളെ അകറ്റുന്നവൾ എന്നും ഈ നാമത്തിന് നമുക്ക് അർത്ഥമായിട്ട് എടുക്കാം. അങ്ങനെ മഹാപാതകനാശിനി എന്ന് ദേവിക്ക് നാമം എന്നാണ്. ഇനി 215 നാമം. ഓം മഹാമായേ നമഃ. ബ്രഹ്മാദികൾക്ക് പോലും മതിഭ്രമമുണ്ടാക്കുന്നവളാണ് മഹാമായയായ ദേവി എന്നാണ്. മാർക്കണ്ഡേയ പുരാണത്തിൽ ഇതിനെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. ജ്ഞാനിനാമഭിചേതാംസി ദേവീ ഭഗവതീ ഹിസ ബലാദാകൃഷ്യോ മോഹായ മഹാമായ പ്രയച്ഛതി എന്നാണ്. ജ്ഞാനികളുടെ മനസ്സിനെ പോലും മോഹിപ്പിക്കൊണ്ട് മഹാമായ എന്ന് ദേവി അറിയപ്പെടണു എന്നാണ്. ആമോദയുക്തം വ്യസനാസക്തം ജന്തും കരോതിയ മഹാമായേതി സംപ്രോക്ത തേന സ ജഗദീശ്വരി. ജീവികളെ സുഖദുഃഖങ്ങളോട് കൂട്ടിയിണക്കുന്നവളാണ് മഹാമായയായ ജഗദീശ്വരി എന്ന് കാളികാപുരാണത്തിലും പറയുന്നു. അപ്പോൾ ഗർഭപാത്രത്തിൽ ജ്ഞാനത്തോടു കൂടിയിരിക്കുന്ന ശിശുവിൻ്റെ ജ്ഞാനം അപഹരിച്ച് ജന്മം നൽകി പൂർവ സംസ്കാരമനുസരിച്ച് ആഹാരാദികാര്യങ്ങളിൽ ആഗ്രഹം ജനിപ്പിച്ച് മതിഭ്രമം, അഹന്ത, സംശയം തുടങ്ങിയിട്ടുള്ള വികാരങ്ങൾക്ക് അധീനനാക്കി ക്രോധം, ശോകം, ദുര തുടങ്ങിയ വിവിധ ഭാവങ്ങൾ അഹോരാത്രം ഉത്കണ്ഠാകുലനാക്കി ചിലപ്പോൾ ദുഃഖവും ചിലപ്പോൾ സുഖവും പ്രദാനം ചെയ്യുന്ന ജഗദീശ്വരിയായ ദേവിയെ മഹാമായ എന്ന് വിളിക്കുന്നു. ഇതെല്ലാം മായയുടെ ഓരോരോ കളികളാണല്ലോ. ഇതെല്ലാം ചെയ്യിക്കുന്നതും ദേവിയാണ് എന്നുള്ളതാണ്. അപ്പോൾ നിരവധി ജന്മങ്ങൾ താണ്ടി മനുഷ്യജന്മത്തിലെത്തുന്ന ജീവനെ അതിൻ്റെ സത്യദർശനം മറച്ച് മോഹാന്ധകാരത്തിലിട്ട് അതിൽ നിന്നും കരകയറ്റി അമൃതാബ്ധിയിൽ ആറാടിക്കുന്നതും ഈ മഹാമായ തന്നെയാണ് എന്നാണ്. അപ്പോൾ രണ്ടിനും പ്രാരാബ്ധ കർമ്മഫലം തന്നെയാണ് നിയാമകം അല്ലേ? ഇരുള് എത്ര നിബിഡമാണെങ്കിലും ഒരു കൈത്തിരി വെട്ടം മതി അതിനെ പൊടുന്നനെ കറ്റാനായിട്ടില്ലേ? അതേപോലെയാണ് എത്ര കൊടിയ മായാബദ്ധനും സിദ്ധപുരുഷന്മാരുടെ സാമീപ്യവും സത്സംഗവും കൊണ്ട് പെട്ടെന്ന് തന്നെ പരിവർത്തന വിധേയനായി മാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രസിദ്ധനായിട്ടുള്ളൊരു കവി പാടിയിട്ട് നമ്മൾ കേട്ടിട്ടില്ലേ? ലോലമാം ക്ഷണമേ വേണ്ടു ബോധമുള്ളിൽ ജ്വലിക്കാനും മാലണയ്ക്കും തമസ്സാകെ മാഞ്ഞുപോകാനും. അത് അന്വർത്ഥമാണ് ദേവിയെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ്. അപ്പം മായാശബ്ദത്തിനർത്ഥം ഏതൊന്നാണോ അല്ലാത്തത് അത് മായ എന്നാണല്ലോ. ഇല്ലാത്തത് എന്നല്ല. പൂവല്ല, അത് ചൈതന്യമാണ്. സൂര്യൻ സൂര്യനല്ല, അത് ചൈതന്യമാണ്. മണ്ണല്ല, അത് ചൈതന്യമാണ്. അതങ്ങനെ കാണാൻ പ്രതിബന്ധമായിട്ട് നിൽക്കുന്നതേതോ അതാണ് മായ എന്നുള്ളതാണ്. ആ മായ മാറിയാൽ സർവം ഖല്വിതം ബ്രഹ്മ എന്നുള്ള ആ ഒരു അനുഭൂതിയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് ഊഹമല്ല.
പ്രത്യക്ഷമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതിനും മഹാമായ തന്നെ നമ്മളെ സഹായിക്കണം എന്നുള്ളതാണ്. അപ്പോൾ മായാദംഭേ കൃപയാംജ എന്നുള്ള നിലയിൽ മഹാമായയ്ക്ക് മഹാകൃപാനിധി എന്നൊരർത്ഥം നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ അനുപമ കൃപാനിധി എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി ഉചിതം എന്ന് തോന്നുന്നു. ഓം മഹാസത്വായേ നമ. 216-ാമത്തെ നാമമാണ്. മഹത്തായ സത്വത്തോട് കൂടിയവൾ. സത്വം എന്ന് പറഞ്ഞാൽ ബലമാണ്, ചൈതന്യം, ബുദ്ധി, സത്വഗുണം എന്നൊക്കെ പര്യായങ്ങളുണ്ട് എന്നുള്ളതാണ്. ആ അർത്ഥമെല്ലാം ഇവിടെ നന്നായിട്ട് ചേരുകയും ചെയ്യും. അപ്പോൾ സത്വഗുണേ പിശാചാദൗബലേ ദ്രവ്യാത്മഭാവയോ എന്ന് കോശങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവയോടെല്ലാം മഹത്ത് എന്നുള്ള വിശേഷണം ചേർത്ത് നമുക്ക് അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. 217-ാമത്തെ നാമം. ഓം മഹാശക്തിയൈ നമ. മഹത്തായ ശക്തിയോടുകൂടിയവൾ എന്നാണ്. അപ്പോൾ അഗ്നിയുടെ തേജസ് നാലുപാടും എങ്ങനെയാണ് വ്യാപിക്കുന്നുവോ അതേപോലെ ദേവിയുടെ ശക്തിയും നാലുപാടും പ്രസരിക്കുന്നുവെന്ന് നമ്മൾ നേരത്തെ അനുസ്മരിച്ച നാമത്തിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അഗ്നിയിൽ നിന്ന് അകലും തോറും ചൂട് എങ്ങനെ കുറയുന്നുവോ അതേപോലെ ദേവിയിൽ നിന്ന് അകലും തോറും ആ ശക്തിയുടെ അനുഭവവും ജീവന്മാർക്ക് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദേവിയുടെ അടുത്തുണ്ടായാൽ പോലും അടുക്കാനും അനുഗ്രഹം നേടാനും സുഹൃത പരിഭാഗം കൂടിയേ തീരൂ എന്നാണ്. അതാണ് ഗീതയിൽ ഭഗവാനും പറയണേ, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധയേ യദാമവിസിദ്ധാനാം കച്ചിന്മാം വേത്തി സത്തമാ. 1000 മനുഷ്യരിൽ ഒരാൾ മാത്രമേ ഈശ്വരീയ കാര്യങ്ങളിൽ ശ്രദ്ധാലുവായിട്ട് പ്രവർത്തിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള 10,000-ങ്ങളിൽ ഒരാൾ മാത്രമേ ആ സത്യത്തെ സാക്ഷാത്കരിക്കുന്നുള്ളൂ. അതിന് ദേവിയുടെ കടാക്ഷം കൂടിയേ തീരൂ എന്നുള്ളതാണ്. അപ്പോൾ മഹാശക്തിക്ക് ഇനി ഭാസ്കരരായർ കൊടുക്കുന്ന ഒരർത്ഥം നോക്കൂ. സകല ജഗത്തിനെയും കാത്തു പുലർത്തുന്നതിന് വേണ്ടി വരുന്ന വിസ്തൃതവും വിവിധവുമായ ശക്തി എന്നാണ്. അപ്പോൾ ശക്തിർബലേജ സാമർഥ്യേ തഥാ പ്രഹരണാന്തരേ എന്നാണ്. സൈന്യം, സാമർഥ്യം, ആയുധവിശേഷങ്ങൾ എന്നിവയൊക്കെ ശക്തി തന്നെയാണ്. മഹത്വപൂർണമായ ഈ യോഗ്യതകൾ മുഴുവനും ദേവിക്ക് ഉണ്ടേനും. അപ്പോൾ മഹാശക്തി കുണ്ടലിനി എന്നും നമ്മൾ ഈ സമയത്ത് ഇവിടെ ഓർക്കേണ്ടതുണ്ട് എന്നാണ്. അപ്പോൾ കുണ്ടലിനി ശക്തിക്കും മഹാശക്തി എന്ന ഒരു പര്യായമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി 218-ാമത്തെ നാമം. ഓം മഹാരഥിയേ നമ. മഹത്തായ രതിയോട് അല്ലെങ്കിൽ ആനന്ദത്തോട് കൂടിയവൾ എന്നാണ്. വിഷയസുഖം അതെത്ര ഹൃദ്യവും അവർണ്ണനീയവുമായാലും അതൊക്കെ കൃതിജന്മത്തിലും എളുതായി വരും എന്ന് ഓർക്കേണ്ടതുണ്ട് എന്നാണ്. അഖണ്ഡാനുഭൂതിയിലെഴും തണ്ടാരിൽ വീണു മധുണ്ടരമിക്കുമൊരു വണ്ടാണു സുരിസുഹൃതി എന്നുള്ളൊരു വചനം നമ്മൾ കേട്ടിട്ടില്ലേ? ആ മഹാരഥിയോട് കൂടിയവളാണ് ദേവി എന്നുള്ളതാണ്. അപ്പോൾ ആത്മാനുഭൂതിയിൽ അങ്ങനെ അനിർവചനീയമായിട്ടുള്ള ഒരാനന്ദമില്ലായിരുന്നു എങ്കിൽ ആരെയും ഈ ഭൗതിക വിഷയസുഖങ്ങൾ കൈവെടിഞ്ഞ് ആരെങ്കിലും ഈ വിഷയസുഖങ്ങളൊക്കെ വെടിഞ്ഞ് കഠിനമായിട്ടുള്ള തപസ്സിന് മുതിരുമായിരുന്നോ എന്ന് നമുക്ക് സംശയിക്കാം. അപ്പോൾ ഭൗതികരതി നശ്വരവും ആത്മീയരതി നിത്യവുമാണ് എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക. ഇനി 219-ാമത്തെ നാമം. ഓം മഹാഭോഗായേ നമ. മഹത്തായ ഭോഗത്തോടു കൂടിയവൾ എന്നാണ്. ഭോഗം എന്ന് പറഞ്ഞാൽ ധനധാന്യാദി സമ്പത്തുക്കളാണ് അല്ലേ? അപ്പോൾ ദേവിയെ ആശ്രയിക്കുന്നവർക്ക് ധനധാന്യാദി സമ്പത്ത് സമൃദ്ധികൾ സ്വയം ഉണ്ടാകുന്നു എന്നാണ് താല്പര്യം. ഇനി മറ്റൊരർത്ഥം നോക്കിയാൽ മഹത്തായ ആഭോഗത്തോടു കൂടിയവൾ എന്നാണ്. ആഭോഗം എന്ന് പറഞ്ഞാൽ പരിപൂർണം എന്നാണ്. വിസ്തൃതി എന്നൊക്കെ അർത്ഥം നമുക്ക് പറയാം. അപ്പോൾ വിപുലവും വിസ്തൃതവുമായ ഭൂമിയും സ്വർഗവും പാതാളവും നിറഞ്ഞു നിൽക്കുന്ന ദേവിയുടെ രൂപവ്യാപ്തി ഓർക്കുകയാണെങ്കിൽ ദേവി മഹാഭോഗ തന്നെയാണ് എന്ന് നമുക്ക് ആരുടെയും സഹായമില്ലാതെ കൊണ്ട് തന്നെ മനസ്സിലാക്കാനും സാധിക്കും എന്നുള്ളതാണ്. ഇനി 220-ാമത്തെ നാമം. ഓം മഹേശ്വര്യായൈ നമ. മഹത്തായ ഐശ്വര്യത്തോടു കൂടിയവൾ.
ഐശ്വര്യം, വീര്യം, കീർത്തി, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം തുടങ്ങിയ ഷഡ് ഐശ്വര്യങ്ങൾക്ക് ഇരിപ്പിടമായവളാണ് ദേവി എന്നാണ്. അപ്പോൾ ഐശ്വര്യം അണിമാതിപിരഷ്ടധ എന്ന് വേറൊരു പ്രമാണമുണ്ട്. അണിമ, മഹിമ തുടങ്ങിയിട്ടുള്ള 8 എണ്ണവും ഐശ്വര്യമാണ്. അപ്പോൾ ഇവയിലെല്ലാം അതുല്യമായ പ്രഭാവമുള്ളതിലാണ് ദേവി മഹേശ്വരിയായി പ്രകീർത്തിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഐശ്വര്യായേ നമ എന്നുള്ള നാമം ദേവിക്ക് ചേരുന്നത് എന്നുള്ളതാണ്. ഇനി 221 നാമം. ഓം മഹാവീര്യായേ നമ. മഹത്തായ വീര്യത്തോടു കൂടിയവൾ. ദുർജയരായിട്ടുള്ള അസുരന്മാരെ അനായാസം വധിച്ചിട്ടുള്ള ദേവിയുടെ വീരപരാക്രമം അപരിമേയം എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ദേവി മഹാവീര്യയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വീര്യം എന്നുള്ളതിന് ശുക്ലം, പ്രഭാവം, തേജസ്, സാമർഥ്യം എന്നൊക്കെ വിശ്വകോശത്തിൽ അർത്ഥങ്ങൾ കൊടുത്തിട്ടുള്ളതായിട്ട് കാണാനുമുണ്ട്. ഇനി 222 നാമം. ഓം മഹാബലായേ നമ. മഹത്തായ ബലങ്ങളോട് കൂടിയവൾ എന്നാണ്. ബലം എന്നുള്ള പദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്നുള്ളതാണ്. ശക്തി, ഗന്ധം, രസം, രൂപം, സ്വാത്മാവ്, സ്ഥൗല്യം, കാക്ക, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഭൂസുണ്ടൻ എന്ന ഒരു കാക്ക 20 സഹോദരന്മാരോടൊപ്പം നിരന്തരം ദേവിയെ പ്രാർത്ഥിച്ച് ശരീരത്തിൽ ഇരിക്കവേ തന്നെ മുക്തനായി എന്ന യോഗവാസിഷ്ടം എന്നുള്ള ഗ്രന്ഥത്തിലൊരു കഥ തന്നെയുണ്ട്. ഇനി 223 നാമം. ഓം മഹാബുദ്ധ്യേ നമ. മഹത്തായ ബുദ്ധിയോടുകൂടിയവൾ. സർവ ജീവരാശികളിലും ബുദ്ധിരൂപേണ സ്ഥിതി ചെയ്യുന്നത് ദേവിയാണ് എന്ന് ദേവി മഹാത്മ്യത്തിൽ നമ്മളൊക്കെ ജപിക്കാറുണ്ട് അല്ലേ. യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. മഹത്തായ ബുദ്ധിയെ പ്രദാനം ചെയ്യുന്നവളാണ് ദേവി. അപ്പോൾ ബുദ്ധി ദേവിയിൽ സ്ഥിരപ്രതിഷ്ഠിതമാകുമ്പോൾ സർവ്വതും നമുക്ക് അറിയാനായിട്ട് സാധിക്കണു എന്നാണ്. ഛാന്ദക്യോപനിഷത്തിൽ യസ്മിൻ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം സ്യാത് എന്നാണ് ശ്രുതിവചനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സകല നേട്ടങ്ങൾക്കും അടിസ്ഥാനം ഈ ബുദ്ധിയാണ് എന്നാണ്. ബുദ്ധി കെട്ടാലോ എല്ലാം നശിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സ്വന്തം ബുദ്ധിശൂന്യത മാത്രമല്ല, അന്യൻ്റെ ബുദ്ധിശൂന്യതയും നമുക്ക് ആപത്തുണ്ടാക്കും എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാതെ ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണമേ എന്ന് ഗായത്രി മന്ത്രത്തിലൂടെ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ബുദ്ധിനാശാത് പ്രണശ്യതി എന്ന് ഭഗവാനും നമുക്ക് ഗീതയിലൂടെ ഒരു താക്കീത് തരുന്നുണ്ടല്ലോ. ഇനി 224 നാമം. ഓം മഹാസിദ്ധ്യേ നമ. മഹത്തായ സിദ്ധികളോട് കൂടിയവൾ. അണിമ, മഹിമ, ലഹിമ, ഗരിമ, ഈശുത്വം, വാശിത്വം, പ്രാപ്തി, പ്രാകാശ്യം ഇവയാണല്ലോ അഷ്ടസിദ്ധികൾ. അപ്പോൾ അണുപ്രായമാകാനും വിശ്വത്തോളം വികസിക്കാനും പഞ്ഞിനാര് പോലെ ലഘുവാകാനും ഗിരിതുല്യം ദുർഭരമാകാനും എന്തിനും അധീശത്വം വഹിക്കാനും എന്തിനേയും വശീകരിച്ച് ചൊൽപ്പടിക്ക് നിർത്താനും സങ്കല്പാതീതമായിട്ടുള്ള സ്ഥാനങ്ങളെപ്പോലും അനായാസം പ്രാപിക്കാനും എപ്പോൾ എവിടെ വെളിപ്പെടണമോ അപ്പോൾ അവിടെ വെളിപ്പെടാനും ഉള്ള ശക്തിയാണ് ഈ സിദ്ധികൾ എന്നുള്ളതാണ്. അപ്പോൾ മനസ്സുകൊണ്ട് വിഭാവനം ചെയ്യാൻ കൂടി തരമില്ലാത്തത്ര വൈചിത്യപൂർണമായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് കാത്തുരക്ഷിക്കുന്നതിൽ കവിഞ്ഞ് എന്ത് സിദ്ധിയാണ് വേറെ ഉള്ളത്? ആ മഹാത്ഭുത സിദ്ധിയോട് കൂടിയവളാണ് ദേവി എന്നാണ് ഈ നാമത്തിലൂടെ വെളിവാക്കപ്പെടുന്ന അർത്ഥം. അപ്പോൾ ഭക്തന്മാർക്ക് മഹാസിദ്ധികൾ പ്രദാനം ചെയ്യുന്നവൾ എന്നും ഈ നാമത്തിന് നമുക്ക് അർത്ഥം കൽപ്പിക്കാം. ഇനി 225 നാമം. ഓം മഹായോഗേശ്വരേശ്വര്യൈ നമ. മഹായോഗീശ്വരന്മാർക്കും ഈശ്വരിയായുള്ളവൾ എന്നാണ്. അപ്പോൾ അസാധാരണ പ്രകൃതികളാണ് യോഗിമാർ ഇല്ലേ. അവർക്ക് ഈശ്വരൻ അവർ മാത്രമാണ് എന്നാണ് തീർപ്പ്. അപ്പോൾ ബ്രഹ്മൈവ ഭവതി എന്നാണല്ലോ സാധാരണ പ്രമാണമായിട്ട് പറയാറുള്ളത്. അപ്പോൾ അപ്രകാരമുള്ളവർക്കും ഈശ്വരിയാണ് ദേവി എന്ന് നാമത്തിന് നമുക്കൊരർത്ഥം കിട്ടണു എന്നാണ്. ഇനി 226 നാമം. ഓം മഹാതന്ത്രായേ നമ.
കുലാർണവം, ജ്ഞാനാർണവം തുടങ്ങിയിട്ടുള്ള മഹത്തായ തന്ത്രങ്ങളിൽ സമാരാധിക്കപ്പെടുന്നവൾ എന്നാണ്. ഇപ്പോൾ ശ്രീപരമേശ്വരൻ ആവിഷ്കരിച്ച 64 തന്ത്രങ്ങൾ തുച്ഛമായ സിദ്ധികളിൽ മാത്രം ഒതുങ്ങി നിന്ന് മനുഷ്യാത്മാവിനെ പരമപുരുഷാർത്ഥത്തിലേക്ക് നയിക്കാതെ വഞ്ചിക്കുന്നു എന്ന് കണ്ടിട്ടാണത്രേ ദേവി പരമപുരുഷാർത്ഥപ്രദമായിട്ടുള്ള ശ്രീവിദ്യ ആവിഷ്കരിക്കാൻ ഭഗവാനോട് നിർദ്ദേശിച്ചത് എന്ന് സൗന്ദര്യലഹരിയിലെ 31-ാമത്തെ ശ്ലോകത്തിലൂടെ ആചാര്യസ്വാമികൾ പറയുന്നു. അപ്പോൾ 64 തന്ത്രങ്ങളാണുള്ളത് എന്നുള്ളതാണ്. മഹാമായ ശാംബരം, മായാപ്രപഞ്ച നിർമ്മാണമാണ് അതിൻ്റെ വിഷയം. അപ്പോൾ അതായത് കൺകെട്ട് വിദ്യ അല്ലെങ്കിൽ ഇന്ദ്രജാലം. അടുത്തത് യോഗിനി ജാല ശാംബരം എന്നാണ്. അപ്പോൾ യോഗിനി സമൂഹത്തിൻ്റെ ദർശനം നേടുന്ന ശ്മശാന സേവയിലൂടെയാണ് ഇത് നേടേണ്ടത് എന്നുള്ളതാണ്. അങ്ങനെ 64 തന്ത്രങ്ങളും ഓരോന്ന് പേരെടുത്ത് നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം. 226-ാമത്തെ നാമം മഹാതന്ത്രായേ നമഃ എന്നാണല്ലോ. അപ്പോൾ കുലാർണവം, ജ്ഞാനാർണവം തുടങ്ങിയിട്ട് മഹത്തായിട്ടുള്ള തന്ത്രങ്ങളാൽ സമാരാധിക്കപ്പെടുന്നവൾ എന്നാണ് നാമത്തിന് അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ ഈ 64 തന്ത്രങ്ങളാണ് ശ്രീപരമേശ്വരൻ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്നും പറഞ്ഞു. അപ്പോൾ ആ തന്ത്രങ്ങളിലുള്ള തുച്ഛമായിട്ടുള്ള സിദ്ധികളിൽ മാത്രം ഒതുങ്ങി നിന്ന മനുഷ്യാത്മാവിനെ പരമപുരുഷാർത്ഥത്തിലേക്ക് നയിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് ശ്രീവിദ്യ ആവിഷ്കരിക്കാൻ ഭഗവാനോട് ദേവി നിർദ്ദേശിച്ചു എന്നാണ് സൗന്ദര്യലഹരിയിൽ കാണുന്നത്. അപ്പോൾ ആ 64 തന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് അനുസ്മരിക്കാം. ഒന്നാമത്തെ തന്ത്രം മഹാമായാ ശംബരം എന്നാണ്. അതായത് മായാപ്രപഞ്ച നിർമ്മാണത്തിൻ്റെയാണ് അതിൻ്റെ വിഷയം. അതായത് കൺകെട്ട് വിദ്യ അല്ലെങ്കിൽ ഇന്ദ്രജാലം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഇനി യോഗിനി ജാല ശംബരം, അതായത് യോഗിനി സമൂഹത്തിൻ്റെ ദർശനം നേടുന്നു എന്നുള്ളതാണ്. ശ്മശാന സേവയിലൂടെയാണ് അത് നേടേണ്ടത് എന്നുള്ളതാണ്. ഇനി തത്വശംബരം, മഹേന്ദ്രജാല വിദ്യയാണ് ഈ തന്ത്രത്തിൻ്റെ ഇതിവൃത്തം. അതേപോലെ 4 മുതൽ 11 വരെ ഭൈരവാഷ്ടകം എന്ന് പറയുന്ന 8 തന്ത്രങ്ങളാണ്. അതായത് സിദ്ധഭൈരവൻ, വടുകഭൈരവൻ, കങ്കാളഭൈരവൻ, കാലഭൈരവൻ, യോഗിനി ഭൈരവൻ, മഹാഭൈരവൻ, ശക്തിഭൈരവൻ, കാലാഗ്നിഭൈരവൻ എന്നിവരെ പറ്റിയിട്ടാണ് ഈ തന്ത്രങ്ങളിൽ വിവരിക്കുന്നത്. നിധിദർശനം മുതലായ പലതും ഇതിൻ്റെ ഫലങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇത് കാപാലിക മതത്തിൻ്റെ ഒരു അനുഷ്ഠാനമാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇനി 12 മുതൽ 19 വരെ ബഹുരൂപാഷ്ടകം എന്ന് പറയുന്ന 8 തന്ത്രങ്ങളാണ്. അതിൽ തന്നെ ബ്രാഹ്മി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, മാഹേന്ദ്രി, ചാമുണ്ട, ശിവദൂതി തുടങ്ങിയിട്ടുള്ള ദേവതകളെ പ്രതിപാദിക്കുന്നതാണ് ആ 8 തന്ത്രങ്ങൾ എന്നാണ്. ഇനി 20 മുതൽ 27 വരെ യമളാഷ്ടകം എന്ന് പറയുന്ന 8 തന്ത്രങ്ങളാണ്. അപ്പോൾ പൊതുവെ 64 തന്ത്രങ്ങളെയും വേദബാഹ്യ എന്നുള്ള നിലയിൽ യമളങ്ങൾ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. ഇനി 28-ാമത്തത് എന്ന് പറയുന്നത് ചന്ദ്രജ്ഞാനാണ്. അപ്പോൾ ഇതും കാപാലിക മതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. എന്നാൽ ഇതിൽ നിന്നും ഭിന്നമായിട്ട് ഒരു ചന്ദ്രജ്ഞാന വിദ്യയുണ്ട് എന്നുള്ളതാണ്. അത് യോഗശാസ്ത്രാന്തർഗതമാകയാൽ നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം എന്നുള്ളതാണ്. ഇനി 29-ാമത്തെ മാലിനീ വിദ്യയാണ്. അതായത് സമുദ്രയാനം ആണ് അതിൻ്റെ ലക്ഷ്യം. ജലസ്തംഭനം എന്നുള്ള വിദ്യയാണത്. അപ്പോൾ ഇത് ആധുനിക കാലഘട്ടത്തിലെ ഒരു കഥയൊക്കെ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ചട്ടമ്പി സ്വാമികൾ പുഴയിൽ കുളിക്കാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, പുഴയല്ല ഒരു കായലിൽ, കൂടെ കുറേ ഭക്തന്മാരും ഉണ്ട്. സ്വാമികൾ നീന്തി ആറിൻ്റെ നടുവിലെത്തി അവിടെ പത്മാസനം ബന്ധിച്ച് ഇരിപ്പായി. അപ്പോൾ അവിടെ പാറയാണെന്നുള്ള വിശ്വാസത്തിൽ ഭക്തന്മാരെല്ലാം അങ്ങോട്ട് നീന്തി എടുക്കാൻ ശ്രമിച്ചു എന്നാണ്. പെട്ടെന്ന് സ്വാമികൾ അവരെയൊക്കെ വിലക്കി എന്നാണ്. എന്നിട്ട് സ്വാമി തിരിച്ചെത്തിക്കഴിഞ്ഞപ്പോൾ എന്താണ് തങ്ങളെ വിലക്കാൻ കാരണമെന്ന് ഭക്തന്മാർ ചോദിച്ചു എന്നാണ്. അപ്പോൾ അവിടെ നിലയില്ലാ കയമല്ലേ, ഞാൻ ജലസ്തംഭനം മറന്നുപോയോ എന്നൊന്ന് പരീക്ഷിക്കുകയായിരുന്നു എന്നായിരുന്നു ചട്ടമ്പി സ്വാമികൾ മറുപടിയായിട്ട് പറഞ്ഞത് എന്നാണ്. അതാണ്. അപ്പോൾ 30-ാമത്തെ മഹാസമ്മോഹനം എന്ന് പറയുന്ന തന്ത്രമാണ്. അപ്പോൾ ഉണർന്നിരിക്കുന്നവരെ ഉറക്കുന്ന വിദ്യയാണത്. അപ്പോൾ ബാലജിഹ്വ ഛേദനം എന്നുള്ള നീചകർമ്മത്തിലൂടെയാണ് ഈ സിദ്ധി നേടേണ്ടത്. അതുകൊണ്ട് അത് നിന്ദ്യമായിട്ടുള്ള കർമ്മമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇനി 31 വാമജുഷ്ടം, മഹാദേവം, വാതുലം, വാതുലോത്തമം, കാമികം,
ഹൃദ്ഭേദതന്ത്രം, തന്ത്രഭേദം, ഗുഹ്യതന്ത്രം. അപ്പോൾ ഇതിൽ തന്ത്രഭേദവും ഗുഹ്യതന്ത്രവും അനവധി പ്രാണിഹിംസകളോട് കൂടിയിട്ട് അനുഷ്ഠിക്കപ്പെടേണ്ടവയാണ്. ആകയാൽ അതും വേദവിരുദ്ധമാണ് എന്നാണ്. ഇനി 39ാമത്തെ കലാവാദം എന്നാണ്. അപ്പോൾ ചന്ദ്രക്കലകളെ പറ്റിയിട്ടാണ് അതിലെ പ്രതിപാദനം. അപ്പോൾ കാമകലയാണ് അതിൻ്റെ പ്രയോജനം. പരതാരഗമനം വരെ ഇതിൻ്റെ ഫലമാകിയാൽ അതും നിന്ദ്യമാണ് എന്നാണ് പറയുന്നത്. ഇനി 40ാമത്തെ കലാസാരം, കുണ്ടികാമതം, മതോത്തരം, വീണാഖ്യം. വീണായോഗിനിയാണ് അതിൻ്റെ ദേവത. അപ്പോൾ ആ യോഗിനിയെ സംഭോഗയക്ഷിണി എന്ന് നമ്മൾ വിളിക്കാറുമുണ്ട്. 44ാമത്തെ ത്രോതലം എന്നാണ്. അതായത് മഷിനോട്ടം, ദൂരദേശഗമനം തുടങ്ങിയവയൊക്കെയാണ് അതിൻ്റെ ഫലങ്ങളായിട്ട് വരുന്ന കാര്യങ്ങൾ. ഇനി 45ാമത്തെ ത്രോതലോത്തരം എന്നാണ്. 64,000 യക്ഷിണികളെ നേരിൽ കാണാൻ ഈ യന്ത്രം കൊണ്ട് ഉപകരിക്കണമെന്നാണ്. 46ാമത്തെ പഞ്ചാമൃതം എന്നാണ്. പഞ്ചഭൂത സംബന്ധമായിട്ടുള്ള പല സിദ്ധികളും ഇതിലൂടെ നേടാനായിട്ട് സാധിക്കും എന്നാണ്. ഇനി 47 മുതൽ 53 വരെ രൂപഭേദാദി 5 തന്ത്രങ്ങളാണ്. അപ്പോൾ അതെല്ലാം മാരണങ്ങളെ ആണ് അതിൽ പ്രതിപാദിക്കുന്നത്. ഇനി 54 മുതൽ 58 വരെ സർവജ്ഞാനാദി 5 തന്ത്രങ്ങളാണ്. അപ്പോൾ ദിഗംബരന്മാരും കാപാലികരുമാണ് അത് സാധാരണയായിട്ട് അനുഷ്ഠിക്കാറുള്ളത്. 59 മുതൽ 64 വരെ 6 തന്ത്രങ്ങളും ദിഗംബര മതത്തോടും ബന്ധപ്പെട്ടതാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഇങ്ങനെ 64 ഭൗതിക നേട്ടങ്ങൾ മാത്രം ലക്ഷ്യമാക്കി അനുഷ്ഠിക്കപ്പെടുന്ന തന്ത്രങ്ങളായതുകൊണ്ടാണ് ശ്രീവിദ്യ കൂടി ആവിഷ്കരിക്കണമെന്ന് ദേവി മഹാദേവനോട് പറഞ്ഞതായിട്ട് ആചാര്യസ്വാമികൾ നമ്മളോട് പറയണത്. ഇനി 227ാമത്തെ നാമം ഓം മഹാമന്ത്രായേ നമ. മഹാമന്ത്രസ്വരൂപിണിയായവൾ എന്നാണ്. മന്ത്രങ്ങളെല്ലാം ഓരോ ദേവതകളെ ഉണർത്തുന്നതിനുള്ളതാണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. അപ്പോൾ ഋഷിമാർക്ക് മന്ത്രങ്ങൾ ദേവതാരൂപത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് എന്ന് നമ്മൾ നേരത്തെ അനുസ്മരിച്ചിട്ടുണ്ട്. അപ്പോൾ അവയിലെ പ്രമുഖം ശ്രീവിദ്യാമന്ത്രം തന്നെയാണ് താനും. ആ മഹാമന്ത്രത്തിൻ്റെ സ്വരൂപത്തോടു കൂടിയവളാണ് ദേവി എന്നാണ്. മഹായന്ത്രായ നമ. മഹത്തായ യന്ത്രങ്ങളുടെ സ്വരൂപമായവൾ എന്നാണ്. അപ്പോൾ ശ്രീവിദ്യായന്ത്രമായിട്ടുള്ള ശ്രീചക്രം യന്ത്രങ്ങളിൽ ശ്രേഷ്ഠമാണ്. ചക്രം, അക്ഷരം, രേഖകൾ ഇവയൊക്കെ യന്ത്രം എന്നുള്ള പേരിൽ തന്ത്രശാസ്ത്രത്തിൽ അറിയപ്പെടുന്നുണ്ട്. സൗന്ദര്യലഹരിയിലെ 100 ശ്ലോകങ്ങൾക്കും യന്ത്രമുണ്ട് എന്ന് പല വ്യാഖ്യാനങ്ങളിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ കുലാർണവം തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ അവയ്ക്ക് വിശദീകരണങ്ങളും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി 229ാമത്തെ നാമം ഓം മഹാസനായേ നമ. മഹത്തായ ആസനങ്ങളോട് അല്ലെങ്കിൽ ഇരിപ്പിടങ്ങളോട് കൂടിയവൾ. ഇവിടെ പൃഥ്വീതത്വം മുതൽ ശിവതത്വം വരെയുള്ള 36 തത്വങ്ങൾ ദേവിയുടെ ഇരിപ്പിടങ്ങളാണ് എന്ന് കൽപ്പിക്കുന്നു. അപ്പോൾ നിഷ്കളങ്ക ഭക്തൻ്റെ ഹൃദയമാണ് ദേവിക്ക് ഏറ്റവും പ്രിയമായ ഇരിപ്പിടം എന്ന് പറയാറുണ്ട്. ഭഗവാൻ ഗീതയിലും അത് തന്നെയാണ് പറയണത് അല്ലേ. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. സർവഭൂതങ്ങളുടെയും ഹൃദയത്തിൽ ഈശ്വരൻ വസിക്കണു എന്നാണ് ഭഗവാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി 230ാമത്തെ നാമം ഓം മഹായാഗക്രമാരാധ്യായേ നമ. ക്രമത്താൽ അനുഷ്ഠിക്കപ്പെടുന്ന മഹായാഗം കൊണ്ട് യഥാർഹം ആരാധിക്കപ്പെടുന്നവൾ എന്നാണ് നാമത്തിനർത്ഥം. അപ്പോൾ ദേവീപ്രസാദത്തിന് വേണ്ടിയിട്ട് അനുഷ്ഠിക്കപ്പെടുന്ന അതിവിപുലങ്ങളായിട്ടുള്ള ഒരുക്കങ്ങളോടെയൊക്കെ ക്രമപ്രകാരം അനുഷ്ഠിക്കപ്പെടുന്ന പൂജയാണ് മഹായാഗം അല്ലേ. അപ്പോൾ ബ്രാഹ്മി തുടങ്ങിയിട്ടുള്ള ദേവതകളുടെ അംഗങ്ങളായിട്ടുള്ള 64 യോഗിനിമാരുടെ പൂജയെയാണ് മഹായാഗം എന്ന് പറയാറുള്ളത്. അപ്പോൾ അർത്ഥവാദപരമായിട്ട് നോക്കുമ്പോൾ ഉപാസകൻ തൻ്റെ ജ്ഞാനാഗ്നിയിൽ വാസനകളെ ഒന്നൊന്നായി ക്രമത്തിൽ ഹോമിച്ച് ഉപാസകനും ഉപാസ്യ വസ്തുവും ഒന്നായി മാറി, അതായത് ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന എന്നുള്ള മഹത് വചനപ്രകാരം അദ്വൈതാനുഭൂതി വരെ ചെന്നെത്തുന്ന ഈ മഹായാഗം എന്നാണ്. അപ്പോൾ ഇവിടെ ഭാവനോപനിഷത്തിൽ പറയുന്നത് ശിവയോഗികൾ അനുഷ്ഠിക്കുന്ന യാഗമാണ് മഹായാഗം എന്നാണ്. ഇനി 231ാമത്തെ നാമം ഓം മഹാഭൈരവപൂജിതായേ നമ.
മഹാഭൈരവനാൽ പോലും പൂജിക്കപ്പെടുന്നവൾ എന്നാണ്. ഭ എന്നാൽ സൃഷ്ടി എന്നാണ്. രാ എന്നത് സ്ഥിതിയെയാണ് പറയുന്നത്. വാ എന്നുള്ളത് സംസാരത്തെയും. അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ മഹാഭൈരവനാൽ അല്ലെങ്കിൽ മഹാദേവനാൽ സമാരാധിക്കപ്പെടുന്നവളാണ് ദേവി എന്ന് നാമത്തിന് അർത്ഥമായിട്ട് നമുക്ക് എടുക്കാം എന്നാണ്. ഇനി മറ്റൊരു പ്രകാരത്തിൽ നോക്കുകയാണെങ്കിൽ ഭൈരവ പദത്തെ നമുക്ക് വേറെ രീതിയിൽ വ്യാഖ്യാനിച്ച് നോക്കിയാൽ ഭരണം, രമണം, വമനം, രക്ഷിച്ച് ആഹ്ലാദിപ്പിച്ച് ത്യജിക്കുക. അതാണ് പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവിനും ഈ അനുഭവം ഉണ്ട് എന്നാണ്. അപ്പോൾ രക്ഷിക്കുകയും ആഹ്ലാദിപ്പിക്കുകയും ചെയ്യുന്ന ഏത് വസ്തുവിനെയാണ് ത്യജിക്കാതിരിക്കുവാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ പ്രപഞ്ച വസ്തുക്കളെ മായ എന്ന് പറയുന്നത്. ശാശ്വതമല്ലാത്തതെല്ലാം മായയാണ് എന്നാണ്. ഇങ്ങനെ ഭരണ, രമണ, വമന പ്രക്രിയകൾക്ക് മുഴുവൻ ഹേതുഭൂതനാണ് ഭൈരവൻ. ആ മഹാഭൈരവനാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി എന്നാണ്. ഇല്ലേ? പത്മപുരാണത്തിൽ പറയണ എന്താന്ന് നോക്കൂ. ശംഭു പൂജയതേ ദേവീം മന്ത്രശക്തിമയീം ശുഭാം അക്ഷമാലാം കരേ ധൃത്വാ ന്യാസേനൈവ ഭവോദ്ഭവ. കയ്യിൽ ജപമാലയുമേന്തി വിധിപ്രകാരം ന്യാസാദികളെ ചെയ്ത് പ്രപഞ്ചത്തിൻ്റെയും പ്രഭവസ്ഥാനമായ ശിവൻ മന്ത്രശക്തിരൂപിണിയായ ദേവിയെ പൂജിക്കുന്നു എന്നാണ് ആ പത്മപുരാണത്തിലെ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഈ സർഗം നമുക്ക് ഇന്നിവിടെ നിർത്താൻ തോന്നുന്നു. അടുത്ത നാമത്തിൻ്റെ അർത്ഥം മുതൽ അടുത്ത ദിവസം അനുസ്മരിക്കാം. സ്വാമിയേ ശരണമയ്യപ്പ. മാളികപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവിയേ നമഃ. ശ്രീ ലളിതാ ത്രിപുരസുന്ദര്യൈ നമഃ. ഓം